നമസ്കാരം. സൂര്യഗ്രഹണത്തിന് നാം ഏവരും വളരെ വലിയ പ്രാധാന്യം തന്നെ നൽകാറുണ്ട്. എന്നാൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഏപ്രിൽ 8 മഹാസൂര്യഗ്രഹണം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പകലിനെ പോലും രാത്രിയാക്കി മാറ്റുന്ന ദിവസം, അത്രമേൽ പ്രാധാന്യമുള്ള സൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ആ വീടിനും വീട്ടുകാർക്കും അതീവ ദോഷകരമായി മാറും. ആ വീടുകളിൽ കാലന്റെ ദൃഷ്ടി പതിയുന്നതിന് അത് കാരണമായി തീരും. അഥവാ ദോഷകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല. സൂര്യഗ്രഹണ ശേഷം ഈ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. ഏതെല്ലാമാണ് ആ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കുന്നത്. ഗ്രഹണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ കാര്യമായി പറയുന്നത്, ഒരിക്കലും ഈ സമയം നിങ്ങൾ ആഹാരം പാചകം ചെയ്യാൻ പാടില്ല എന്ന കാര്യമാണ്. ഈ സമയം ആഹാരം പാചകം ചെയ്യുന്നതിലൂടെ അതീവ ദോഷകരമായ ഫലങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ഈ സമയം ആഹാരം പാചകം ചെയ്യുന്നതും ആ ആഹാരം കഴിക്കുന്നതും അത്ര ശുഭകരമല്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം ദേഷ്യം പാടില്ല എന്നാണ് പറയുക. ഈ സമയം തീർച്ചയായും ദേഷ്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ തീർച്ചയായും ഇരട്ടി നെഗറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിനും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതിനും കാരണമായി തീരാം. അതിനാൽ തന്നെ ദേഷ്യപ്പെടുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ സമയം ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്നാണ് പറയുക. എന്നാൽ ഈ സമയം കരയുന്നതും അതീവ ദോഷകരമാണ്. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ഈ സമയം കരയാൻ പാടില്ല എന്നാണ് പറയുക. കരയുന്നതിലൂടെ ഇരട്ടി നെഗറ്റീവ് ഊർജമാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അഥവാ നിങ്ങളിലേക്ക് വന്നു ചേരുക. അത് നിങ്ങൾക്ക് ഭാവിയിലും ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. കാരണം ഈ സമയം കരയുന്നതിലൂടെ ഭാവിയിലും ഇത്തരത്തിൽ കരയുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഈ സമയം പ്രത്യേകിച്ചും മുടി വെട്ടാൻ പാടില്ല എന്നാണ് പറയുക. ഈ സമയം മുടി വെട്ടാൻ പാടില്ല എന്നാണ് പറയുക. മുടി വെട്ടുന്നത് അതീവ ദോഷകരമായി മാറും. ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം മുടിയോ അതേപോലെ തന്നെ നഖമോ വെട്ടാൻ പാടുള്ളതല്ല. നഖം വെട്ടരുത് എന്ന കാര്യവും ഈ സമയം തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം പൂക്കൾ അതേപോലെ കായ്കൾ എന്നിവ ഒരിക്കലും നിങ്ങൾ പറിക്കുവാൻ പാടുള്ളതല്ല. ഇലകൾ പോലും പൊട്ടിക്കുന്നത് അധികം ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക. ഇലകൾ പൊട്ടിക്കുന്നത് പോലും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളും പാടുള്ളതല്ല. കൂടാതെ ഏതെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട് മരം വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ചില ശുഭകാര്യങ്ങൾ ചിലർ തീരുമാനിച്ചിട്ടുണ്ടാകാം. അത് നടത്തണം എന്ന് ഏവരും ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ സമയം ശുഭകാര്യങ്ങൾക്ക് ഉത്തമമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം അത്തരം ശുഭകാര്യങ്ങൾക്ക് അനുകൂലമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഏതെങ്കിലും രീതിയിൽ ശുഭകാര്യങ്ങളുണ്ട് എങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. ഈ സമയം ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ
പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഇന്നേ ദിവസം ഒഴിവാക്കുക. കൂടാതെ ഈ സമയം കുളിക്കുവാൻ പാടില്ല എന്നാണ് പറയുക. ഈ സമയം കുളിക്കുന്നതിലൂടെ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ചില വ്യക്തികൾ കിടക്കുന്നതാണ്. ഈ സമയം കിടക്കുന്നതും അത്ര ശുഭകരമല്ല. അതും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. നെഗറ്റീവ് ഊർജം തന്നെ വർദ്ധിക്കുന്നതിനും അത് ആ വീടുകളിൽ വളരെയധികം വർദ്ധിക്കുന്നതിനും തന്മൂലം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും. അതേപോലെ തന്നെ ഈ സമയം വിളക്ക് വയ്ക്കുകയോ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഈ സമയം അത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്നത് അതീവ ദോഷകരമായ ഫലം നിങ്ങൾക്ക് നൽകും. അതേപോലെ തന്നെ പുണ്യഗ്രന്ഥങ്ങൾ നിങ്ങൾ ഈ സമയം പാരായണം ചെയ്യുകയോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയോ ചെയ്യുന്നത് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പൂജാമുറി അടിച്ചു വാരി ഇടുക, അതായത് വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സൂര്യഗ്രഹണത്തിന് മുൻപ് അത്തരത്തിൽ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സമയമുള്ളതിനാൽ തന്നെ ഏവർക്കും അതിന് സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ജനൽ, വാതിൽ എന്നിവ അടച്ചിടുക എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അതും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്ന കാര്യമാകുന്നു. അതായത് ജനലും വാതിലും ഈ സമയം തുറന്നിടുന്നതും അത്ര ശുഭകരമല്ല. ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, അത്തരം ചിന്തകൾ ഈ സമയം മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. ഭാവിയിൽ അത് ചെയ്യാം, ഇത് ചെയ്യാൻ പാടില്ല തുടങ്ങിയ പ്ലാനിങ്ങുകൾ പലരും നടത്തുന്നതാണ്. എന്നാൽ ഈ സമയം അത് പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ കാര്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്വയം ചിന്തിക്കുവാനും പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ആ കാര്യങ്ങൾ ഭാവിയിൽ നടക്കുവാൻ പ്രയാസങ്ങൾ നേരിടാം. കൂടാതെ ഈ സമയം ഒരു കാര്യവും കത്തിക്കാൻ പാടില്ല എന്നതാണ് വാസ്തവം. ഈ സമയം കത്തിക്കരുത് എന്നത് വാസ്തവമായ കാര്യമാണ്. അടുപ്പ് കൂട്ടുകയോ അല്ലെങ്കിൽ അടിച്ച് കൂട്ടിയിരിക്കുന്ന ചവർ കത്തിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സമയം പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. സ്ത്രീകൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ സമയം മുടി ഒരിക്കലും അഴിച്ചിടാൻ പാടുള്ളതല്ല, കെട്ടിവയ്ക്കുക തന്നെ വേണം. ആ കാര്യം ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക. കൂടാതെ ഈ സമയം ആഹാര സാധനങ്ങൾ വാങ്ങരുത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ വാങ്ങുന്നതാണ് ശുഭകരം. ഈ സമയം വാങ്ങാൻ പാടുള്ളതല്ല. കൂടാതെ ആർക്കും കടം ഈ സമയം കൊടുക്കുന്നത് അത്ര ശുഭകരമല്ല എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ ഈ സമയം പണം കൈമാറുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല. അത് ധനനഷ്ടം വന്നു ചേരുന്നതിനും ഭാവിയിൽ ധനപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട അല്ലെങ്കിൽ നാം അറിയാതെ ചെയ്തു പോകുന്ന തെറ്റിനാൽ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും എന്നതാണ് വാസ്തവം. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു നിശ്ചിതമായ ഈ സമയപരിധിക്കുള്ളിൽ ഏവർക്കും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ സമയം ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.